ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റി സമ്മേളനവും കുടുംബസംഗമവും ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഒരു സങ്കല്പം, വിദ്യയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വഴി എന്ന ഒരു കാഴ്ചപ്പാട് ലോകത്താദ്യമായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. യഥാർത്ഥത്തിൽ പാഠപുസ്തകങ്ങൾ നിങ്ങളിപ്പോൾ സെർച്ച് എഞ്ചിനുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെർച്ച് എഞ്ചിൻ മാറി ഇപ്പോൾ AI ടൂൾസിലേക്കൊക്കെ മാറിയില്ല, നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകൻ പൗലോ ഫ്രയറാണ് വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനായുള്ള സാംസ്കാരിക പ്രവർത്തനം എന്ന ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. പക്ഷെ പൗലോ ഫ്രയർ ജനിക്കുന്നതിനൊരു 3-4 വർഷം മുമ്പ് ഗുരുദേവൻ സമാധിയായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എത്രയോ മുൻപ് ഈ കാഴ്ചപ്പാട് ലോകത്തിന് മുൻപിലേക്ക് എത്തി എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഗുരുദേവൻ്റെ ഈ പ്രസംഗം അധികം പറയാറില്ല, ഞാൻ ചെറായി പ്രസംഗം മാത്രമേ ഇപ്പോൾ പറയുള്ളൂ. കാരണം എൻ്റെ വകുപ്പ് വ്യവസായം ആയതുകൊണ്ട് ചെറായിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് വ്യവസായമാണ്. അതാണ് ചെറായി പ്രസംഗത്തിൻ്റെ പ്രത്യേകത. അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. ആദ്യം വിശ്വാസം, പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ വ്യവസായം എന്ന ആ കാഴ്ചപ്പാടിലാണ് കുമാരനാശാൻ മഹാകവി അപ്പുറത്ത് ചെങ്ങമനാട്ട് യൂണിയൻ ടൈൽസ് കമ്പനി തുടങ്ങിയത്. ആദ്യം ആലുവ തന്നെയാണ് സ്ഥലം എടുത്തിരുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഒരിക്കൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വന്ന് മരണത്തിനൊക്കെ ശേഷം അത് വളരെ വിജയകരമായി കൊണ്ട് വളരുന്നത്. 2000-ൻ്റെ ആദ്യ ദശകത്തിലാണ് യൂണിയൻ ടൈൽസ് ഫാക്ടറി ചെങ്ങമനാട് അടച്ചു പൂട്ടിയത്. ഗുരുദേവൻ തുടങ്ങിയതാണ്. ഗുരുദേവനാണ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വരുന്ന വഴിക്ക് ആദ്യം റോഡ്, പിന്നെ ട്രെയിൻ, പിന്നെ കായൽ, പിന്നെ വീണ്ടും ആലുവ ഇറങ്ങിയിട്ട് ആലുവ ട്രെയിൻ, പിന്നെ വീണ്ടും ഇങ്ങനെയാണല്ലോ യാത്ര നമ്മത്തെ. ട്രസ്റ്റ് പ്രസിഡന്റ് പ്രദീപ് കുമാർ തങ്കപ്പൻ അധ്യക്ഷനായി. ഇപ്പോൾ നമുക്ക് OPയും IP കൂടി വരുന്നുണ്ട്, ഇൻ പേഷ്യൻറ്റും ഔട്ട് പേഷ്യൻറ്റും. വളരെ വളരെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായ കാര്യമല്ല. കണ്ണടച്ച് തുറന്നാൽ ഉടനെ തന്നെ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സാധിച്ചെടുക്കാവുന്നതല്ല. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ദിവസവും ഏറ്റവും സമയം ഏറ്റവും കുറഞ്ഞ ഒരു 10 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ട്രസ്റ്റ് സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ KR രാജപ്പൻ, MG പുഷ്പാകരൻ, AV അനൂപ്, സെക്രട്ടറി KD വേണുഗോപാൽ, ഡോക്ടർ ചന്ദ്രമോഹൻ, പ്രൊഫസർ ഡോക്ടർ PS സേതു, AP സദാനന്ദൻ, KK കർണൻ, സുധാകരൻ പോളാശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. MBBS റാങ്ക് ജേതാക്കളെ അനുമോദിച്ചു. മെഡിക്കൽ കോളേജിലെയും നഴ്സിംഗ് കോളേജിലെയും വിദ്യാർത്ഥികളുടെയും ട്രസ്റ്റ് കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. മാവേലി തമ്പുരാനെ വരവേറ്റത് ചടങ്ങിന് മോടിക്കൂട്ടി. നമ്മുടെ പ്രജകളെ കാണാനായി നമ്മൾ നേരത്തെ ഇറങ്ങി. ആദ്യമായിട്ട് ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റിലെ നമ്മുടെ പ്രജകളെ കാണാനാണ് ഇവിടെ നിന്ന് പറ്റിയിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നാം അവിടെ അറിയുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ട്രസ്റ്റീസ് ഡയറക്ടറിയുടെ പ്രകാശനവും നടന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും.
CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.